കൊല്ലം ശാസ്താംകോട്ടയിലെ ഡോക്ടർ സി.ടി. ഈപ്പൻ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ ഒരു മതവിഭാഗത്തിലെ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നില്ലെന്ന് പരാതി. പ്രധാന അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. ഈ കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഈ സ്കൂളിലേക്ക് TC ട്രാൻസ്ഫർ ചെയ്ത 32ഓളം കുട്ടികൾ ഇവിടെ ഈ RHS സ്കൂളിൽ അഡ്മിഷൻ നൽകി. അതിന് റീസൺ ഇവർ പറയുന്നത് നിയമപരമായിട്ട് അവർ അഡ്മിഷൻ കൊടുക്കാഞ്ഞതാണെന്നാണ് പറയുന്നത്. ഇവർക്കിവിടെ അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ യാതൊരു നടപടിയില്ല, നിലവിൽ നിയമമില്ല. TC ട്രാൻസ്ഫർ ആയാലും അവർക്ക് അഡ്മിഷൻ കൊടുക്കണം. പക്ഷേ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളായതുകൊണ്ട് അവർക്കൊരു അഡ്മിഷൻ നിഷേധിക്കുകയാണ് ചെയ്തത്. വാസ്തവ വിരുദ്ധമായ ആരോപണമെന്നും സർക്കാർ മാനദണ്ഡം പാലിച്ച് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ നൽകിയിട്ടുണ്ടെന്നുമാണ് പ്രധാന അധ്യാപികയുടെ വിശദീകരണം. 27 അധ്യയന വർഷം സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ബന്ധപ്പെട്ട രേഖകളും എല്ലാം സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും രക്ഷാകർത്താക്കളോടൊപ്പം വന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എങ്ങനെയാണോ അഡ്മിഷൻ നടത്തേണ്ടത് ആ പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ അഡ്മിഷനുകളും നടത്തിയിട്ടുണ്ട്. സൂര്യഗായത്രി വിവരങ്ങളുമായി. സൂര്യ, ഇത്തരത്തിൽ അഡ്മിഷൻ കിട്ടാതെ പോയ ആളുകൾ, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ സ്കൂൾ വിശദീകരിക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ടയിലെ ഡോക്ടർ സി.ടി. ഈപ്പൻ മെമ്മോറിയൽ RHS സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ ഈ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ സ്കൂളിൽ തന്നെ ഒരു വിഭാഗം അധ്യാപകരും വ്യാപകമായിട്ട് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇവർ പറയുന്നതാണെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക് എയ്ഡഡ് സ്കൂളിൽ അഡ്മിഷൻ നിഷേധിക്കുന്നു പ്രധാന അധ്യാപിക എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് വെള്ളവസ്ത്രവും തലപ്പവും ധരിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകില്ലെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞുവെന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോപണം മാത്രമാണ് അവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് സ്കൂളിലേക്ക് എത്തുകയും അഡ്മിഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് നൽകാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 32ഓളം വിദ്യാർത്ഥികൾക്കാണ് അത്തരത്തിൽ അഡ്മിഷൻ നിഷേധിക്കുന്നത് പ്രധാന അധ്യാപിക എന്നുള്ള പരാതിയാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. അധ്യാപകരും PTA ഭാരവാഹികളും ആവശ്യപ്പെട്ടിട്ടും കുട്ടികൾക്ക് പ്രവേശനം നൽകിയില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നത്. മാനേജ്മെന്റിലും DOയ്ക്കും പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ടായിരുന്നു. KSU അതുപോലെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അധ്യാപികയുടെ ഒരു പ്രതികരണം കൂടി ഉണ്ട്. അതായത് സർക്കാർ മാനദണ്ഡം പാലിച്ച് സർട്ടിഫിക്കറ്റുകൾ ശാസ്താംകോട്ടയിലെ സ്കൂളിനെതിരെയാണ് പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.